നമസ്തേ. ഇന്ത്യ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ കഴിഞ്ഞ യുദ്ധങ്ങളിലെല്ലാം പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിലെല്ലാം അതിൻ്റെ ഉപയോഗത്തിൻ്റെ ശക്തി കണ്ടതാണ്. ലോകരാജ്യങ്ങൾ തന്നെ പല രാജ്യങ്ങളും അത് ഇന്ത്യയിൽ നിന്ന് അതിന് കരാറിൽ ഏർപ്പെട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിനെയൊക്കെ മറികടക്കുന്ന ലോങ് റേഞ്ച് എയർ ടു സർഫസ് ക്രൂസ് മിസൈൽ ഇന്ത്യ നിർമ്മിക്കാൻ പോണു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് വളരെ ദീർഘദൂരമുള്ള, ഈവൻ അമേരിക്കയെ പോലും വിറപ്പിക്കാവുന്ന ഒരു ദൂര മിസൈലാണ് വരാൻ പോകുന്നത് എന്നുള്ള, ക്രൂയിസ് മിസൈലാണ് വരാൻ പോകുന്നത് എന്നുള്ള വാർത്ത എത്രമാത്രം ശരിയാണ്, അത് എത്രമാത്രം അതിന് ഗുണങ്ങളുണ്ട്? ബ്രഹ്മോസ് ഇന്ത്യയുടെ അഭിമാനമായ ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ഏറ്റുമുട്ടലുകളിലും ബ്രഹ്മോസ് വളരെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുഴുവൻ സാധിച്ചു. 100% അതിൻ്റെ കഴിവ് തെളിയിച്ച ഒരു മിസൈലാണ്. പക്ഷേ ഇന്ത്യ ഒരു പുതിയ മിസൈൽ ഇപ്പോൾ Su-30 നിന്നും പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ഈ മിസൈലിന്റെ വികസനം മിക്കവാറും ഒക്കെ പൂർത്തിയായി എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിപ്പോൾ പേരിട്ടിട്ടില്ല. തൽക്കാലം ഇത് അറിയപ്പെടുന്നത് ലോങ് റേഞ്ച് എയർ ടു സർഫസ് ക്രൂയിസ് മിസൈൽ എന്നാണ്. ഇതിന്റെ റേഞ്ച് പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ ബ്രഹ്മോസ് 2 വെർഷൻ ഉണ്ട്. ഒന്ന് ബേസിക് ആയിട്ടുള്ള വെർഷൻ, അത് 290 കിലോമീറ്റർ ആണ്, അതിന്റെ കുറഞ്ഞ ദൂരമാണ്. രണ്ടാമത്തെ വെർഷൻ ഒരു സ്റ്റാൻഡ് ഓഫ് ലോങ് റേഞ്ച് എന്ന് പറയുന്ന മീഡിയം റേഞ്ച് വെപ്പൺ ആണ്. അത് 450 തൊട്ട് 500 കിലോമീറ്റർ വരെയുള്ള ഒരു റേഞ്ചാണ്. ഇത് എന്തായാലും അതിലും വളരെയധികം റേഞ്ച് ഉള്ള ഒരു മിസൈൽ ആയിരിക്കും. ഇതൊരു സ്റ്റാൻഡ് ഓഫ് വെപ്പൺ എന്നുള്ള നിലയിൽ വിമാനത്തിൽ ഘടിപ്പിച്ച് Su-30 നിന്നും വിക്ഷേപിക്കുന്ന ഒരു തരത്തിലായിരിക്കും ആദ്യം തന്നെ പരീക്ഷിക്കുക. പിന്നീടാണ് ലാൻഡ് ടു ലാൻഡ് വെർഷൻ അടുത്ത ഘട്ടത്തിലെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം മുഖ്യമായിട്ടും ഇത് വിമാനത്തിൽ നിന്നും പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മോസ് ഒക്കെ ആദ്യം കരയിൽ നിന്നും കരയിലേക്ക്, പിന്നീട് കരയിൽ നിന്നും കപ്പലിലേക്ക്, പിന്നെ കപ്പലിൽ നിന്നും കപ്പലിലേക്ക്, അവസാന ഘട്ടത്തിലാണ് അതൊരു എയർ ടു ലാൻഡ് മിസൈലായിട്ട് രൂപാന്തരീകരണം നടത്തിയത്, മാറ്റിയത്. പക്ഷെ ഇതല്ല. ആദ്യം തന്നെ ഇത് ഒരു വിമാനത്തിൽ നിന്നും വിക്ഷേപിക്കുന്ന ഒരു മിസൈൽ എന്ന രീതിയിലാണ് ആദ്യം തന്നെ ഇതിന്റെ രൂപകൽപ്പന. എന്തിനാണ് ഈ ബ്രഹ്മോസ് ഉള്ളപ്പോൾ മറ്റൊരു മിസൈൽ എന്നൊരു ചോദ്യമുണ്ട്. ശരിയാണ്, ബ്രഹ്മോസിന്റെ തന്നെ പല വെർഷൻ ഉണ്ട്. ബ്രഹ്മോസ് 1 ഉണ്ട്, ബ്രഹ്മോസ് 2 ഇപ്പോൾ പണിപ്പുരയിലാണ്. ബ്രഹ്മോസ് ന്യൂ ജനറേഷൻ NG എന്ന് പറയുന്ന മിസൈൽ വരുന്നു. അതായത് ബ്രഹ്മോസിനേക്കാൾ ബ്രഹ്മോസിന്റെ ഭാരം 2.5 ടണ്ണാണ്. ഇത് 1.5 ടൺ ഭാരമുള്ള തേജസ് വിമാനത്തിൽ പോലും ഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു ബ്രഹ്മോസിന്റെ വെർഷൻ വരുന്നു. പിന്നെ 800 കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസിന്റെ വികസനം ഈ വർഷം അതിന്റെ പരീക്ഷണങ്ങൾ തുടങ്ങും എന്ന് വാർത്ത ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചെയ്തതാണ്. അപ്പം എന്തിനാണ് ഈ പരീക്ഷിച്ച് വിജയിച്ച ബ്രഹ്മോസിന് ബദലായിട്ട് മറ്റൊന്ന് കൊണ്ടുവരുന്നത്? അതിനൊരു കൃത്യമായ മറുപടിയുണ്ട്. ആ മറുപടി, ബ്രഹ്മോസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഇഫക്റ്റീവ് ആയിട്ടുള്ള മിസൈലാണ്, സംശയമൊന്നുമില്ല. പക്ഷേ വളരെ ചിലവേറിയ ഒരു മിസൈലാണ്. ആധുനിക യുദ്ധങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ശത്രുവിൻ്റെ ഏറ്റവും മൂല്യമുള്ള അസറ്റുകളെ, ആസ്തികളെ തകർക്കുക എന്നുള്ളതാണ് ആധുനിക യുദ്ധതന്ത്രം. അപ്പോൾ ഏറ്റവും ചെലവ് കുറവായിരിക്കണം നമ്മുടെ മിസൈലിൽ. അത് മാത്രവുമല്ല, അതാണ് ഒരു ഘടകം. അത് മാത്രവുമല്ല, ഈ സൂപ്പർസോണിക് മിസൈലുകളിൽ റാംജെറ്റ് എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ആ റാംജെറ്റ് എഞ്ചിൻ ആദ്യം നമ്മൾ വികസിപ്പിക്കുന്നത്, ബ്രഹ്മോസിൽ ഉപയോഗിക്കുന്ന റാംജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചത് റഷ്യയുമായിട്ടുള്ള ചേർന്ന് സംയുക്തമായിട്ട് വികസിപ്പിച്ചതാണ്. പക്ഷേ അത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ റാംജെറ്റ് ടെക്നോളജിയിൽ സ്വന്തമായി പരീക്ഷണങ്ങൾ നടത്തി, ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, ഇന്നോവേഷൻസ് വരുത്തി, കൂടുതൽ എഫിഷ്യൻ്റായ റാംജെറ്റ് എഞ്ചിൻ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു എഞ്ചിൻ കൂടുതൽ ഇഫക്റ്റീവ്, അതായത് കൂടുതൽ ദൂരം, ഈ പറയുന്ന മാക്ക് 3 എന്ന ശബ്ദത്തിന്റെ 3 ഇരട്ടിയിലധികം വരുന്ന വേഗത നിലനിർത്താൻ പറ്റുന്ന പുതിയ എഞ്ചിനുകൾ, കൂടുതൽ ശക്തിയുള്ള എഞ്ചിനുകൾ ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നു. ആ എഞ്ചിനുകളായിരിക്കും ഈ ലോങ് റേഞ്ച് എയർ ടു സർഫസ് ക്രൂയിസ് മിസൈലിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് മറ്റൊരു കാരണം. പിന്നെ ഏതൊരു ആയുധവും
നമ്മൾ ഒരു യുദ്ധത്തിൽ പ്രയോഗിച്ചു കഴിയുമ്പോഴേക്ക് ശത്രു അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ ശത്രു മനസ്സിലാക്കി. അതായത് ഇതിന്റെ റഡാർ സിഗ്നേച്ചർ അവരുടെ കയ്യിൽ ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് അവർ മനസ്സിലാക്കും, എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇത് ഇന്റർസെപ്റ്റ് ചെയ്യാനെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ടായിരിക്കും അടുത്ത യുദ്ധത്തിലേക്ക് അവർ തയ്യാറെടുക്കുന്നത്. പഴയ കാലം പോലല്ല ഇന്നത്തെ യുദ്ധങ്ങളുടെ പ്രത്യേകത, ഓരോ വർഷവും ആയുധങ്ങളുടെ പുതിയ പുതിയ വെർഷനുകൾ കൊണ്ടുവരും. ഇപ്പൊ വിമാനം നമ്മൾ F-16 എന്ന് നമ്മൾ കേൾക്കുന്നു. F-16 എത്രയോ ബ്ലോക്കുകൾ ഉണ്ടെന്നറിയാവോ? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വെർഷൻ. അതായത് ഓരോ വർഷം കഴിയുമ്പോഴും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ Su-30 എന്ന റഷ്യൻ വിമാനം നമ്മുടെ അഭിമാനമായ വിമാനമാണ്. ആ Su-30 ഇപ്പോ നമ്മൾ സൂപ്പർ സുഖോയ് എന്നുള്ള രീതിയിൽ മാറ്റുകയാണ്. അതിന്റെ റഡാർ ഫേസ്ഡ് അറേ റഡാർ എന്നത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറായിട്ട് നമ്മൾ മാറ്റുകയാണ്. എല്ലാ രീതിയിലും യഥാർത്ഥത്തിൽ വിമാനത്തിന്റെ ആ രൂപം മാത്രമേ കാണുള്ളൂ പഴയത്, ബാക്കിയെല്ലാം എഞ്ചിൻ പോലും മാറ്റും. അങ്ങനെ ഇത് ഓരോ 3 വർഷം 5 വർഷമൊക്കെ ഇരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ശരീരം പോലെയാണ്. മനുഷ്യ ശരീരത്തിലെ ആ സെല്ലുകൾ പിന്നെ സദാ അത് പഴയ സെല്ല് മരിച്ചിട്ട് ഇല്ലാതായിട്ട് പുതിയ സെല്ലും ഉണ്ടാകും. അതുപോലാണ് യുദ്ധങ്ങളുടെ ഒരു രസതന്ത്രം ആകെ മാറിയിരിക്കുന്നു. ആ ഒരു കാലത്താണ് ഈ ഒരു പുതിയ ആയുധത്തിലേക്ക് ഇന്ത്യ കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്വന്തം സൂപ്പർസോണിക് മിസൈൽ, അത് ഹൈപ്പർസോണിക് മിസൈൽ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ഈ അടുത്ത കാലത്ത് ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ LRSH-ASHM അത് നമ്മൾ പരീക്ഷിച്ചിരുന്നു വിജയകരമായിട്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും പല ഒരേ മിസൈലിന്റെ തന്നെ പല വെർഷൻസ്, സൂപ്പർസോണിക്കിന്റെ തന്നെ പല കാറ്റഗറിയിലുള്ള മിസൈലുകൾ, വല്ലാത്ത യുദ്ധം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ശാസ്ത്ര സാങ്കേതിക മികവിന്റെ ഒരു ലോകമായിട്ട് മാറുക. സദാ മാറ്റങ്ങളോടെ ഇന്നോവേഷൻസ് വരുത്തുന്ന കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയും അതിലേക്ക് മാറുകയാണ്. ഞാൻ ഇന്നലെ ഒരു വളരെ ഗൗരവമായ ചർച്ചയാണ്. നമ്മൾ ഒരുപക്ഷെ സമയം എത്രത്തോളം ബാക്കിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വേഗത്തിൽ നിർത്താൻ ശ്രമിക്കാൻ ഞാൻ പറഞ്ഞോളൂ. അതായത് ഇന്നലെ ഒരു പുതിയ വാർത്ത പുറത്തു വന്നു. അതായത് എങ്ങനെയാണ് യുക്രൈൻ റഷ്യയോട് ഇത്രയും കാലം പിടിച്ചു നിന്നത് യുദ്ധത്തിൽ, അതിന്റെ വിശദാംശങ്ങൾ ഇന്നലെ പുറത്തു വന്നു. അതായത് യുക്രൈൻ മുഖ്യമായിട്ടും ഈ ഡ്രോൺ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യുദ്ധം നടത്തുന്നത്. അവരുടെ കയ്യിൽ വലിയ വിലയേറിയ വിമാനങ്ങളൊന്നും ഇല്ല. F-16 പോലും അമേരിക്ക കൊടുത്തിട്ടില്ല. പാകിസ്ഥാന്റെ കയ്യിൽ പോലും യുക്രൈനേക്കാൾ വളരെ ശക്തമായ വിമാനങ്ങളുണ്ട്, വളരെ ആധുനികമായ വിമാനങ്ങളുണ്ട്. അപ്പം യുക്രൈൻ ചെയ്യുന്നത്, റഷ്യയിൽ അങ്ങോട്ട് പോയി റഷ്യയെ തകർക്കാനൊന്നും അവർക്ക് ശേഷിയില്ല. പക്ഷേ അവരുടെ രാജ്യത്തിലേക്ക് കയറിയ റഷ്യൻ സേന ആ സേനയെ സദാ 100 കണക്കിന് ഡ്രോണുകൾ കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രോണുകൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഭയങ്കര മൂല്യമുള്ള ഡാറ്റയാണ്. ആ ഡാറ്റ അവർ പ്രോസസ് ചെയ്യും. അതുമാത്രമല്ല, റഷ്യൻ സൈന്യത്തിന്റെ പ്രസ് റിലീസുകൾ, റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വ്ളാഡിമിർ പുടിന്റെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ഇതൊക്കെ തന്നെ സ്കാൻ ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വലിയ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കും. ആ ഡാറ്റാ ബാങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് തീരുമാനിക്കുന്നത് യുക്രൈൻ എവിടെയൊക്കെ ആക്രമണം നടത്തണമെന്ന്. ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം? AI-യോട് നമ്മളൊരു ചോദ്യം ചോദിക്കണം. AI പറയും, നിങ്ങൾ ഇന്ന സെന്ററുകളിൽ റഷ്യൻ സൈന്യം കടന്നു വരുന്നുണ്ട്, അവരെ നിങ്ങൾ ഇല്ലാതാക്കുക. ഇന്ന സ്ഥലങ്ങളിൽ റഷ്യയുടെ അമൂല്യമായ അസറ്റുകളുണ്ട്, വിമാനങ്ങളാകട്ടെ അതുപോലെ മിസൈലുകളാകട്ടെ, അങ്ങോട്ട് നിങ്ങളുടെ ആക്രമണം കേന്ദ്രീകരിക്കുക. അതായത് പ്രിസിഷൻ ആക്രമണങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്റലിജൻസ് ആണ് യുദ്ധത്തെ നിയന്ത്രിക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ പോലും നമ്മളിപ്പോൾ കാണുന്നത് ഇറാന്റെ നേതൃത്വ നിര പലപ്പോഴും പൂർണ്ണമായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഒരു ഗുണം, ഇറാന് ആ സ്ഥാനത്ത് എത്താൻ പുതിയ ആൾക്കാരുണ്ട്, പക്ഷെ എത്ര നാളിത് തുടരും? അപ്പോൾ നമ്മൾ ഇതെന്തുകൊണ്ടാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, സുപ്പീരിയർ ഇന്റലിജൻസ് നെറ്റ്വർക്ക്. ആയുധമുണ്ടായാൽ മാത്രം പോരാ, യുദ്ധം ചെയ്യാനുള്ള ശേഷി ഉണ്ടായാൽ മാത്രം പോരാ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്
വിജയിയെ നിർണ്ണയിക്കുന്നത്. കാലത്തിന്റെ ഒരു യുദ്ധത്തിന്റെ ഒരു മാറ്റം നമ്മൾ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ വിഷയങ്ങൾ കണക്കിലെടുത്തിട്ട് ആയുധങ്ങൾ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ആയുധത്തെക്കുറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അവർ പഠിച്ചിരിക്കും. ഇപ്പം ബ്രഹ്മോസ് തടയാൻ അവർക്ക് പറ്റിയില്ലായിരിക്കാം പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാന്റെ അമേരിക്കയുടെ സഹായത്തോടുകൂടി പാകിസ്ഥാൻ ബ്രഹ്മോസ് മിസൈലിനെ ട്രാക്ക് ചെയ്ത് അതിന്റെ ഫ്ലൈറ്റ് ഡേറ്റ, അതിന്റെ പിന്നെ റഡാർ ക്രോസ് സെക്ഷൻ എത്രമാത്രമുണ്ട്, എങ്ങനെയാണ് അത് പിന്നെ മനുവറബിൾ, ഏത് അറ്റം വരെ മനുവറബിൾ ആണ്, ഇതെല്ലാം കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് അവർ പിന്നെ പ്രതിരോധ സംവിധാനം തീർക്കും. അപ്പോൾ നമ്മൾ ഓരോ യുദ്ധവും ഓരോ നവീകരണങ്ങളിലേക്കാണ് പോകുന്നത്. ഈ നവീകരണങ്ങളാണ് യുദ്ധത്തിനെ അൺപ്രഡിക്റ്റബിൾ ആക്കുന്നത്. അപ്പൊ ഏറ്റവും ബുദ്ധിയുള്ളവൻ ഏറ്റവും വിജയിക്കും, അവനായിരിക്കും അന്തിമ വിജയി. അതായത് പണ്ടൊക്കെ നമ്മൾ ഉള്ള ഒരു ഇംഗ്ലീഷിലെ ചൊല്ല് മൈറ്റ് ഈസ് റൈറ്റ്, ഇനിയും വരാൻ പോകുന്ന കാലത്തിൽ ഇന്റലിജൻസ് ഈസ് റൈറ്റ് എന്നുള്ളതായിരിക്കും. ബുദ്ധി ഉപയോഗിച്ച് രഹസ്യങ്ങൾ പിടിച്ചെടുത്ത് നിങ്ങൾ എങ്ങനെയാണ് പിന്നെ എന്നെ തല്ലാൻ വരുന്നത്, വെറും ഒരു ആക്രമണത്തിൽ പോലും എൻ്റെ ശത്രു ഏത് രീതിയിലായിരിക്കും എന്നെ ആക്രമിക്കുന്നത്, ശത്രുവിന് എവിടെങ്കിലും വീക്ക്നെസ് ഉണ്ടോ, അവൻ്റെ ഒരു കൈക്ക് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഒരു കാലിന് ബുദ്ധിമുട്ടുണ്ടോ, എങ്കിൽ ഞാൻ ആ കാല് ആക്രമിക്കും. ഒരു കൈക്കാണോ ബുദ്ധിമുട്ട്, ഞാൻ ആ കൈ ആക്രമിക്കും. അവൻ്റെ വലത് കണ്ണിന് കാഴ്ചശേഷി കുറവുണ്ടോ, എങ്കിൽ ഞാൻ വലതുഭാഗത്തേക്ക് ആക്രമിക്കും. ഇടത് ചെവിക്കാണ് പിന്നെ കേൾവി കുറവുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ആക്രമണം തിരിച്ചുവിടും. അതായത് മനുഷ്യൻ ഏതാണ്ട് ദൈവം പോലെ മാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. യുദ്ധങ്ങളുടെ രസതന്ത്രവും മറ്റ് എല്ലാം പൂർണ്ണമായിട്ടും ഡൈനമിക്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. ഈ മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രാജ്യങ്ങൾ ഇനി ഈ ലോകത്തിൽ നിലനിൽക്കില്ല. അപ്പോൾ അത് എല്ലാം ഉൾക്കൊള്ളുകയാണ് ആയുധങ്ങളുടെ നിർമ്മാണത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. അതാണിപ്പോൾ ഇന്ത്യ സൂപ്പർസോണിക് മിസൈലുകളിലേക്ക് മാറുന്നു, സ്റ്റാൻഡ് ഓഫ് വെപ്പണുകളിലേക്ക് മാറുന്നു. ആ സ്റ്റാൻഡ് ഓഫ് വെപ്പൺ എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ അതിർത്തി ഭേദിക്കാതെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ആക്രമിച്ച് നശിപ്പിക്കാൻ പറ്റുന്നത്ര റേഞ്ചുള്ള മിസൈലുകളുടെ രൂപകൽപ്പന, ആ മിസൈലുകൾ വഹിക്കുന്ന വിമാനങ്ങൾ അത് കരയിൽ നിന്ന് വിട്ടാൽ പോരെ എന്നൊരു ചോദ്യം. പോരാ, ആകാശത്തുനിന്ന് വരുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അതായത് വേഗത കൊണ്ട് പ്രഹരശേഷി കൂടും. അതിനുവേണ്ടിയാണ് എയർ ലോഞ്ച് മിസൈലുകൾ ഇനി വരുന്ന കാലത്തെ യുദ്ധങ്ങളിൽ കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നത്. വിമാനങ്ങളുടെ റോളും മാറിയിരിക്കുന്നു. ശത്രു രാജ്യത്ത് ചെന്ന് ആ കേന്ദ്രത്തിന് മുകളിലെത്തിയിട്ട് അവിടെ ബോംബിടുകയല്ല, ദൂരെ നിന്നുകൊണ്ട് ശത്രുവിന് നേരെ മിസൈൽ അയക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് വിമാനവും മാറുകയാണ്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഈ ആധുനികവൽക്കരണവും ഈ മാറ്റങ്ങളുടെയും ഒരു പുതിയ യുദ്ധതന്ത്രങ്ങളുടെയും വിശദീകരണവുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ബ്രഹ്മോസ് മിസൈലിന് പകരം ലോങ് റേഞ്ച് എയർ ടു സർഫേസ് ക്രൂയിസ് മിസൈൽ ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാക്കും എന്നുള്ള കാര്യം സംശയമില്ല. നന്ദി, നമസ്കാരം.